ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളാണ് ഇന്ന് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. എല്ലാം കോടതിയിൽ തെളിയുമെന്നായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയ ദേവസ്വം നടപടിയിലെ വീഴ്ചകൾ തെളിയിക്കുന്ന രേഖകളും പുറത്തുവന്നു. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ വിജിലൻസിന് മുന്നിൽ ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. തനിക്ക് ലഭിച്ചത് ചെമ്പുപാളിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ചു. ഉദ്യോഗസ്ഥ വീഴ്ചയിൽ തന്നെ എന്തിന് പഴിചാരണമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലപാട്. സ്വർണ്ണപ്പാളി ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും പ്രാർത്ഥനകളും പൂജകളും മാത്രമാണ് നടത്തിയത് എന്നും ചോദ്യം ചെയ്യലിൽ മറുപടി നൽകി. താനടക്കം 3 പേർ ചേർന്നാണ് സ്വർണം പൂശാനുള്ള ചെലവ് വഹിച്ചതെന്നും 15 ലക്ഷത്തോളം രൂപ ചെലവായെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് വീണ്ടും സാമ്പത്തിക ഇടപാടുകളിൽ ചോദ്യം ചെയ്തത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തും സംഭാവന സ്വീകരിച്ചിട്ടുണ്ടോ, തങ്കവാതിൽ ഘോഷയാത്രയുടെ പണച്ചിലവ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ദേവസ്വം വിജിലൻസ് വ്യക്തത തേടിയത്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി മടങ്ങി. ഉദ്യോഗസ്ഥർ ചോദിച്ചതിനെ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലും എല്ലാം വെളിപ്പെടും. എന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. അതിനുള്ള സമയം തന്നാലല്ലേ പറ്റുള്ളൂ. സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയ ദേവസ്വം നടപടികളിലെ വീഴ്ചകൾ വ്യക്തമാക്കുന്ന മഹസർ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് ചട്ടങ്ങൾ അട്ടിമറിച്ചാണ്. 2019 ജൂലൈ 20 കൈമാറ്റത്തിൽ തിരുവാഭരണം കമ്മീഷണർ പങ്കെടുത്തിരുന്നില്ല. കമ്മീഷണർ മേൽനോട്ടം വഹിക്കാനായിരുന്നു ഉത്തരവ്. ഉദ്യോഗസ്ഥർ അനുഗമിക്കാതെ പാളി പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. സെപ്റ്റംബർ 11 പാളി പുനഃസ്ഥാപിച്ചപ്പോൾ മഹസറിൽ ഭാരം രേഖപ്പെടുത്തിയിരുന്നില്ല. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനും ദേവസ്വം വിജിലൻസ് നീക്കം നടത്തുന്നുണ്ട്. വാസുദേവൻ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 3 സഹായികളെയും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.